ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ണാടി നോക്കുമ്പം എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് പോലെ തോന്നിയിട്ടുണ്ടോ? ആ കണ്ണാടിയിലെ ആളെ ഒരു നോട്ടം നോക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ അങ്ങനത്തെ അവസ്ഥ പലതവണ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പുറലോകത്തിന് മുമ്പിൽ ഒരു മുഖം മൂടി വെക്കും. നമ്മൾ അവരുടെ മുമ്പിൽ ചിരിക്കും, സന്തോഷിക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ സന്തോഷിച്ച് പോസ്റ്റൊക്കെ ചെയ്യും, സന്തോഷം നല്ലപോലെ അഭിനയിക്കും. പക്ഷെ രാത്രിയാവുമ്പം തലോണയിൽ തല വെച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും, സത്യത്തിൽ എനിക്ക് എന്നെ ഇത്രമാത്രം കുറവുകളെന്ന്. ശരിക്കും എന്താ ഈ ഇൻസെക്യൂരിറ്റി? അത് വല്ലാത്തൊരു പിടിയല്ലേ? മറ്റൊരാളുടെ ഭംഗി കാണുമ്പം, അല്ലെങ്കിൽ ഒരാൾ കൂടുതൽ വിജയിച്ച് കാണുമ്പം നമ്മൾ നമ്മളോട് തന്നെ ഒരു ഇഷ്ടക്കേട് നമുക്ക് തോന്നും. നമ്മൾ നമ്മളെ തന്നെ അറിയാതെ ഒന്ന് താഴ്ത്തിക്കെട്ടും. എനിക്കതൊന്നും പറ്റൂല, എനിക്കതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെ നമ്മളെ തന്നെ തോപ്പിക്കാൻ നമ്മൾ തന്നെ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നമ്മൾ വെറും മനുഷ്യരാണ്. നമുക്ക് പേടികളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. എല്ലാ ദിവസവും ഒരേപോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഒരു ദിവസം നിങ്ങൾ പരാജയമാണെന്ന് തോന്നിയാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾ പരാജയമാണെന്ന് അർത്ഥമൊന്നുമില്ല. അങ്ങനെയൊരു തോന്നൽ വരുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഈ ഇൻസെക്യൂരിറ്റീസിനെ മാറ്റി നിർത്താനല്ല നോക്കണ്ടേ, നമുക്ക് അവയെ കൂടെ കൂട്ടാം. എനിക്ക് പേടിയുണ്ട്, ഞാൻ ശരിക്കും ഒരു മണ്ണാങ്കട്ടിയൊന്നുമല്ല, ഞാൻ ജീവനുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ പേടി പകുതി തന്നെ കുറയും. നമ്മുടെ ഓരോ കുറവും നമ്മുടേത് തന്നെയാണ്, അതൊരു അടയാളമാണ്. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാകണമെന്ന് ലോകം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി മാത്രം ജീവിക്കരുത്. ഈ ഒളിച്ചോട്ടം നിർത്തുന്ന നിമിഷം അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ഇതൊരു ചെറിയ വ്ലോഗ് മാത്രമായിട്ട് കാണണ്ട, ഇതൊരു തുടക്കമാണ്, എന്റെയും നിങ്ങളുടേതും. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു തുടക്കം. പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല. നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആകുലതകളും ഒക്കെ പങ്കുവെക്കാൻ ഒരുപാട് പേരുണ്ട്, ഞാനും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കഥ തിരുത്തി എഴുതാം. എന്താ, ശരിയല്ലേ? ഇന്നു തൊട്ട് ആ കണ്ണാടി നോക്കുമ്പം കുറവുകളെ മാത്രമല്ല, അതിനെ അതിജീവിക്കുന്ന ഒരു പോരാളിയെ കൂടെ കാണാൻ നോക്കണം, കാണാൻ ശ്രമിക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നന്ദി കൂടെ നിന്നതിന്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.